ഏതാണ് ഇതിലൂടെ ഒരു ഐഫോൺ വാങ്ങിക്കൽ മാത്രമല്ല കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ മോള് 3-4 കൊല്ലത്തോളമായി ഐഫോൺ വേണമെന്ന് പറഞ്ഞ് നടക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ മോളോട് ആ ഒരു സമയത്ത് പറഞ്ഞ് ഒരു കാരണവശാലും ഞാൻ വാങ്ങിത്തരൂല, എല്ലാത്തിനൊരു സമയമുണ്ട്, ആ ഒരു സമയത്തുമ്പേ ഞാൻ വാങ്ങിച്ചു തരുമെന്ന് കുറേ ആയി പറയാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വാങ്ങിച്ചു കൊടുത്തത്. മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കടമ നമുക്കുണ്ട് അല്ലേ. അപ്പം മോളോട് ഞാൻ പറയാറുണ്ട്, 10 രൂപ കിട്ടുമ്പോൾ അതിൻ്റെ അപ്പുറം വേറൊരു 10 രൂപ കൂട്ടിയിട്ട് 20 രൂപ ആദ്യം ഉണ്ടാക്കാൻ പഠിക്കണം. ആ ഒരു മൈൻഡ് ഇപ്പോഴേ ഉണ്ടാക്കണം. കമ്പനിക്കാർ പല സാധനങ്ങളും ഇറക്കും, അത് അവരെ ബിസിനസ്സാണ്, ഇറക്കും. എല്ലാത്തിൻ്റെ പുറകെ ഇങ്ങനെ പോയാൽ അവസാനം അവരവരെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാ ഡ്രസ്സ് വാങ്ങിക്കുന്നതിനും, ടൂറ് പോകുന്നതിനും, ഫുഡ് അടിക്കുന്നതിനും, അതേപോലെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നതിനും ഒരു കണക്കുണ്ട്. എല്ലാം നമുക്ക് ആവശ്യം തന്നെയാണ്, പക്ഷെ ആവശ്യത്തിനനുസരിച്ചിട്ടേ വാങ്ങിക്കാറും. കണ്ണി കണ്ട സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാൻ പാടില്ല എന്ന് ഞാനിങ്ങനെ എൻ്റെ മോളോട് പറയും. അല്ല അത് നമ്മളെന്തായാലും അന്നേരം എൻ്റെ മോള് പറയും, ഉമ്മാരെ തുടങ്ങിയല്ലേ മോട്ടിവേഷൻ. ഞാൻ പറഞ്ഞ മോട്ടിവേഷനല്ല ഇതിപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ എൻ്റെ കഥകൾ എൻ്റെ മോളോട് പറഞ്ഞു കൊടുക്കും. ഞാൻ ഈ ഒരു 5 കൊല്ലത്തിന് ഇങ്ങോട്ടാണ് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ മുൻപ് അതായത് ആദ്യം പൈസ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഓരോ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചത്. നമ്മൾ ആദ്യം ഉണ്ടാക്കാനാണ് പഠിക്കേണ്ടത്. ഉണ്ടാക്കാൻ പഠിക്കാത്തവർ നമ്മളെ കയ്യിൽ 10 ലക്ഷം റുപ്യ കിട്ടിയാലും അത് മൊത്തം ചിലവാക്കും. അതേ സ്ഥാനത്ത് നമ്മളെ കയ്യിൽ 10 രൂപ ഉള്ളവരാണെങ്കിൽ, ഉണ്ടാക്കാൻ പഠിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഒപ്പം എങ്ങനെ 5 രൂപ കൂട്ടി ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചിന്തിക്കുക അല്ലേ. അപ്പം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു കൊടുക്കും. നടക്ക്. അങ്ങനെ അവസാനം ഒരു ഫോൺ വാങ്ങിച്ച് ആ ഫോണ് ഓപ്പൺ ആക്കുമ്പോഴും ആ കവറ് നമ്മളെ കയ്യിൽ തരൂലേ. അന്നേരം എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അത് ഉമ്മ എന്നെ വാങ്ങിക്കണം, ഉമ്മാൻ്റെ കൈ കൊണ്ട് എന്നെ ഓപ്പൺ ആക്കണമെന്ന്. അത് ചെറുതായാലും മക്കൾക്ക് കിട്ടുന്ന ഒരു അറിവല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, വേണ്ടേ നീ ഓപ്പൺ ആക്കിപ്പോയിന്ന്. അപ്പോൾ മോള് പറഞ്ഞു, വേണ്ട ഉമ്മ എന്നെ ഓപ്പൺ ആക്കണമെന്ന്. അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയേന്. മക്കൾക്കത് പറയാനുള്ളൊരു കഴിവുണ്ടായില്ലേ. അല്ലെങ്കിൽ മക്കളൊക്കെ എന്താ പറയുക, മക്കൾക്ക് ഈ ഒരു പ്രായത്തിൽ എന്താണെന്നൊന്നും തിരിയില്ല. അപ്പോൾ കുറേയൊക്കെ നമ്മൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് നമ്മളെ കടമയാണ്. ബാക്കിയെല്ലാം മക്കൾ ഇതാണ്, അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ മക്കളോട് പറയാറുണ്ട്. നമ്മളെ കയ്യിൽ കഷ്ടപ്പെട്ട കാലമല്ല ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായാലും അത് അനാവശ്യമായിട്ട് ആക്കാൻ പാടില്ല എന്ന്. ആവശ്യത്തിന് മാത്രം ചിലവാക്കുക, അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിനും ചിലവാക്കരുത് എന്ന്. ഇപ്പം ഞാൻ എൻ്റെ മാപ്പിളുടെ കാര്യത്തിലും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. എൻ്റെ മാപ്പിളായാലും ഇപ്പോൾ ഇവിടെ നാട്ടിലായാലും ഗൾഫിലായാലും കഷ്ടപ്പെടാണ്ട് 2 രൂപയായാലും കിട്ടൂല. എല്ലാ പണിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പെട്ടാലല്ലേ കയ്യിലേക്ക് പൈസ വരിക. പക്ഷെ ആ കിട്ടുന്ന പൈസക്ക് നമുക്കൊരു വില വേണം, എന്നെങ്കിലേ നമ്മളെ കയ്യിൽ പൈസ നിൽക്കും. ചിലവാക്കാൻ നിന്നാൽ പിന്നെ മൊത്തത്തിലങ്ങ് ചിലവായി പോവുകയും ചെയ്യും. ആവശ്യത്തിന് മാത്രം ചിലവാക്കുക, അനാവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക ചിലവുകൾ കുറക്കുക. അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിക്കാറ്. അങ്ങനെ ചിന്തിച്ചാലേ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ അവിടെയും കടായി ഇവിടെയും കടായി മറ്റുള്ളിടത്തും കടായി. സത്യം പറഞ്ഞാൽ നമുക്ക് കടന്നുറങ്ങാൻ പറ്റൂല. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. കടത്തിൻ്റെ പുറകെ പോയാൽ നമുക്ക് സമാധാനം കിട്ടൂല. അങ്ങനെ പ്രവാസികൾ എന്നെല്ലാം വെച്ചാൽ എല്ലാ പണിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. പക്ഷേ ഈ ഒരു ചൂട് സമയത്തൊക്കെ അവിടെയൊക്കെ നല്ല ചൂടാണ്. അത്രയും ചൂടാണെന്നുണ്ടാകുക. ഞാൻ അതൊക്കെ അവിടുന്ന് കണ്ടിട്ടുണ്ട്. വേർത്ത് ഒലിക്കും.
അപ്പോൾ അങ്ങനെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് പ്രവാസികൾ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറയും, ബാപ്പയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, പൈസക്കൊരു വില വേണം, പിന്നെ അനാവശ്യമായിട്ടുള്ള കാര്യത്തിനൊന്നും ചിലവാക്കരുത് എന്ന്. അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറേ മാറ്റങ്ങൾ വന്നൊരു കാലമാണ്, മുമ്പത്തെ പോലെ അല്ല. അപ്പം ചിലതൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് വേണം മുന്നോട്ടേക്ക് പോവാൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കടമയെ നമുക്കുള്ളൂ. അതിപ്പം മക്കളോടായാലും ആരോടായാലും അങ്ങനെ തന്നെയാണ് അല്ലേ. പിന്നെ വേറെന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റിൽ പറഞ്ഞു പോയോന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴാണ് എല്ലാം വാങ്ങിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ മുൻപ് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായാലും ഞാൻ വാങ്ങിക്കാറേയില്ല. ആവശ്യത്തിന് മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. സത്യം പറയാല, ഞാൻ ഈ തുന്നിയിട്ട് പോലും ഡ്രസ്സൊക്കെ ഇട്ട ഒരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ അന്നേരം പൈസ ഇല്ലാത്തത് കൊണ്ടല്ല. അതായത് ആ തുന്നിയിട്ടിടുന്ന ഡ്രസ്സ് നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും അത്രത്തോളം മുന്നോട്ടേക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായി ഒരു കാലത്ത്. എന്നിട്ട് ആ വാങ്ങിക്കേണ്ട പൈസ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടാണ് പിന്നെ ആ ഒരു സമയത്തൊക്കെ കുറച്ചെങ്കിലും പൈസ ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഞാനായിട്ടൊന്നും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ല, എൻ്റെ മാപ്പിള കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. അപ്പോൾ ആ ഒരു പൈസക്ക് എനിക്ക് വിലയുണ്ട്. പിന്നെ എൻ്റെ മാപ്പിള ആയാലും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയല്ലേ. അപ്പോൾ അത് അത്രയും സൂക്ഷിച്ച് വെക്കേണ്ട ഒരു കടമ നമ്മളതാണ്. നമ്മൾ ദൂർത്തടിക്കാൻ നിന്നാൽ പിന്നെ അത് നമ്മളെ മാപ്പിളക്കൊരു ബുദ്ധിമുട്ടാവും അല്ലേ. അത് വരാതിരിക്കണമെങ്കിൽ നമ്മളല്ലേ നോക്കേണ്ടത് അല്ലേ. മാപ്പിളക്ക് ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായില്ലേ. അപ്പം ഞാനില്ലേ 3000 റുപ്യ ചിലവായി എടുത്ത് ഞാൻ എൻ്റെ മാപ്പിളിനോട് പറയും 2000 റുപ്യ ചിലവായിട്ടുള്ളൂ എന്ന്. പൊതുവെ എല്ലാവരും 4000 റുപ്യ ചിലവായിട്ടുണ്ടെങ്കിൽ 5000 റുപ്യ എന്നല്ലേ പറയാം. ഞാൻ പൊതുവെ കുറച്ചിട്ടാന്ന് പറയാം. എൻ്റെ മോള് പറയും ഉമ്മ എന്തിനിങ്ങനെ കുറച്ചിട്ട് പറയുന്നതെന്ന്. ഞാൻ പറയും അതിലെ അവരെ ടെൻഷനാക്കാൻ പാടില്ല. അവർ ഇപ്പം എല്ലാ പ്രവാസികളും അങ്ങനെ തന്നെ ആയിരിക്കൂലേ, കഷ്ടപ്പെടുന്നത് ഭാര്യക്കും മക്കൾക്കും ഉമ്മാക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കൂലേ. പിന്നെ അപ്പം ഞാൻ പൊതുവെ കുറച്ചിട്ടാന്ന് എൻ്റെ മാപ്പിളിനോട് പറയുക. കാരണം എനിക്കറിയാം എൻ്റെ മാപ്പിളിൻ്റെ കാര്യം. ഓറിൽ ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും തരും. അപ്പം ഞാൻ അത്രയും എൻ്റെ മാപ്പിളിനെ വിചാരിച്ചിട്ട് ഉറുപ്പിന് ഞാൻ അങ്ങനെ കളയാണ്ട് വെക്കും. ഇപ്പോഴാണ് ഓരോന്ന് വാങ്ങിക്കാൻ തുടങ്ങിയത്. മുൻപൊക്കെ പൈസ ഉണ്ടായാലും മുമ്പെന്ന് വെച്ചാൽ അന്നേരമെല്ലാം മക്കൾ ചെറുതായിരുന്നു, അത്രയും സൂക്ഷിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വീടെടുക്കുന്ന സമയത്ത് പോലും കടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് അന്നേരമൊക്കെ എനിക്ക് 4-5 പവൻ്റെയൊക്കെ ഒറ്റ വള പോലും ഉണ്ട്. അപ്പം ഞാൻ പറയും മാപ്പിള കടത്തിലാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. ഞാൻ പറയും എൻ്റെ സ്വർണ്ണമെല്ലാം കൊടുത്തോന്ന് പറയും. അന്നേരം എൻ്റെ മാപ്പിള പറയും കൊടുക്കുകയൊന്നും ചെയ്യണ്ടെന്ന് പറയും. പക്ഷെ എനിക്ക് ഈ കടം ആകുന്നത് എനിക്ക് പേടിയാണ്. നമുക്ക് സമാധാനം ഉണ്ടാവില്ല. കടം കുറേ ആകുമ്പോൾ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റൂല. അതേ സ്ഥാനത്ത് നമുക്ക് പട്ടിണി കിടന്നാലും മനസ്സിൽ സമാധാനം ഉണ്ടാവും കടയില്ലെങ്കിൽ. കട ഉണ്ടാവും, അത് കുറച്ച് കടമൊന്നല്ലാണ്ട് ഒരുപാട് കടമായി പോയാൽ നമുക്ക് ജീവിതത്തോട് ഒരു വെറുപ്പ് തോന്നും. അപ്പോൾ എന്താ പറയുക, നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ജീവിക്കാനും പഠിക്കണം. അപ്പം ഞാൻ എൻ്റെ മോളോട് എല്ലാം പറഞ്ഞു കൊടുക്കും.